അല്ലെങ്കിലോ അല്ലേ ഗൈസ്? ഞങ്ങൾ തേക്കാൻ പോവാണ് ഗൈസ് അല്ലേ? നല്ല മണം കേട്ടോ അമ്മ. നല്ല മണം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങള് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് അസ്. ഒന്നും ഉണ്ടാക്കല്ല. ഞങ്ങൾ ഇന്നൊരു എന്താ പറയാ ഒരുങ്ങനൊരു വീഡിയോ എടുക്കാൻ പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്നൊക്കെ കല്യാണം ഉണ്ട് കേട്ടോ ഞങ്ങൾക്കൊന്നും. അപ്പം അതിന് വേണ്ടി പോകാൻ പോകണം. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങാൻ പോകണം കേട്ടോ അല്ലേ? ഞാനും സുഹിയും ഒരുങ്ങാൻ പോവാണ്. ഉറങ്ങാനല്ല, ഒരുങ്ങാൻ. ഞങ്ങളിന്ന് ഒരുങ്ങാൻ പോവാണേ. ഓക്കെ. അപ്പൊ ഇന്ന് സൂഹിന്റെ ഡ്രസ്സ് ചെയ്താ, മമ്മയുടെ ഡ്രസ്സ് ചെയ്താ കാണിച്ചിരിക്കല്ലേ നമുക്ക്? സൂഹിന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അവിടെ ഇരിക്കാനെ കാണില്ല, അവിടെ ഇരുന്നോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സൂഹിന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പൊ സൂഹിന്റെ ഡ്രസ്സ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു. മമ്മ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സൂഹിന്റെ പുതിയ ഡ്രസ്സാണ്, ഇതുവരെ ഇടാത്ത ഡ്രസ്സാണ്. അപ്പൊ സൂഹി ഇതിടാൻ പോവാല്ലേ? ആണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ ഗൈസ്. ഇങ്ങനെയുണ്ട്. എനിക്കൊരു ഇൻസ്റ്റയിൽ കൊളാബ് ഇട്ടിയ ഡ്രസ്സാണ് കേട്ടോ. നല്ല അടിപൊളി ക്ലോത്താണ്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഡ്രസ്സ്. സ്റ്റൈലാണോ? നല്ല ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഞങ്ങളിതൊന്ന് വേറെ ഇത് വരാം. ഓക്കെ ഗൈസ്. അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേട്ടോ. അപ്പം ഇനി ഞങ്ങള് സൂഹിന്റെ മുടി അതും സെറ്റ് ചെയ്യണം അല്ലേ? ഈ വള ഊരിയിട്ട് നമുക്ക് വാച്ചിടണം. അതൊക്കെ ലാസ്റ്റ്. ഇപ്പൊ നമ്മള് കാണില്ല. സൂഹിന്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോട്ടോ. ഇതൊക്കെ സൂഹിന്റെ ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ. മൊത്തത്തില് എല്ലാം ഉണ്ട്. ഇനി മുടി സെറ്റ് ചെയ്യാം അല്ലേ? മുടിയിൽ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള ചീർപ്പാണ്ട് എടുക്കല്. ഭയങ്കര വിടുത്തുള്ള ചീർപ്പാണ്ട് ഞാൻ എടുക്കല്. അതാകുമ്പോക്ക് സുഖിക്കണം. എന്റെ മുടിയും ഭയങ്കര കെട്ടാവണ മുടിയാണ്, ചുരുള മുടിയാണ് എന്റേത്. അപ്പം യൂസ് ചെയ്യണേ ചീർപ്പ്. ഇത് വേദനാവും. ഇത് കെട്ടിറക്കുമ്പോ എടുക്കൂല. ഞങ്ങളിന്ന് ഇപ്പൊ എന്ത് ഹെയർ സ്റ്റൈലാ സൂഹിടാ? നമുക്കിന്ന് 2 കൊമ്പാക്കിയാലോ? ഓക്കെ. ആദ്യം തന്നെ നേർക്ക് നിക്ക്. നമുക്ക് സെന്റർ എടുക്കാം. സെന്റർ എടുക്കേണ്ട ഒരു ചീർപ്പ് ഉണ്ടേനു എൻ്റെ അടുത്തത്. എവിടെ ഉണ്ടായില്ല? അവിടെ ഇവിടെ ഉണ്ട്. എനിക്ക് തരാൻ വയ്യ. നോക്കട്ടെ, സെന്റർ റെഡിയാണോ? ഓക്കെ, സെറ്റ്. ഇവക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ മുടി വെട്ടാനേ സമ്മതിക്കൂല കേട്ടോ അവള്. മാല വേണ്ട. മാല ബ്ലൂവിന്റെ കൗത്തിരില്ല. അപ്പൊ വേറൊരു മാല കൂടി ഇട്ടാ ബോറാവും കേട്ടോ. നല്ല ഇഷ്ടമാണ്. ഇതിപ്പോ ഏത് കളർ മാച്ച് ആക്കിയിട്ടുള്ളതാണ് നമുക്ക് ഇടാ? നോക്കല്ലേ? റബ്ബർ ഇട്ട് കൊടുക്കണ്ടല്ലോ തൽക്കാലം. ഇതിൽ നമുക്ക് ഏത് കളർ മാച്ച് ആക്കിയിട്ട് ഇടാൻ പറ്റുന്നുണ്ടോ? ഈ കളർ ഏറ്റവും എനിക്കിഷ്ടം. എനിക്ക് 2 വേണം കേട്ടോ. ഇതൊക്കെ ഇഷ്ടം. നല്ല ലൈറ്റ് നീളല്ലേ അതില്? എനിക്കിത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ 2 നീളം എടുക്കാം. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. ചേർപ്പോടെ അത് കൈ പിടിക്ക്. അതെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. തല താത്തവാ. ആൺകുട്ടികളാണെങ്കിൽ പണിയൊന്നും ഇല്ലല്ലേ? പെൺകുട്ടികളാകുമ്പോ നല്ല പണിയാ മാറ്റി ഒരുങ്ങാൻ. ഇങ്ങനത്തെ ഒക്കെ സ്റ്റൈലായിട്ടുണ്ടെങ്കിലേ
ഇത് ചെയ്യും മാര് അവിടെ അടുത്ത ഈലാണ് നമ്മളാക്കല്. അടുത്ത അയില് പതിയില്. എനിക്ക് മുടി വെട്ടിച്ചില്ല, മുട്ട അടിച്ചിട്ട് കുട്ടികളുടെ അത് വെച്ചില്ല. നമുക്ക് ഈ സൈഡും പാടി കെട്ടി കൊടുക്കട്ടോ. നേർക്ക് നിക്ക് വളയല്ലേ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. എനിക്ക് ഏറ്റവും അമ്മനെ ഇഷ്ടം, പാപ്പനും മമ്മീനെ ഇഷ്ടം. പാപ്പ ഗൾഫിൽ പോയി. പപ്പ ഇവിടെ ഇല്ലേ, അപ്പൊ ഗൾഫിലാണേ. നമ്മളെ വ്ളോഗിലൊക്കെ പപ്പ ഉണ്ടാവൂലേ. അപ്പം പാപ്പ പറയൂ നല്ല സുന്ദരി പെണ്ണായല്ലോ പറയൂ. 2 കൊമ്പായില്ലേ. ഇനി ഇവിടെ കെട്ടാക്കുമ്പോൾ എനിക്ക് ഇതിലേതെങ്കിലും ഒന്ന് 2 സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കല്ലേ, അങ്ങനെ ഉണ്ടാവും. ചൊക്കിന്റെ കട്ടാവും അല്ലേ. കട്ടാവും. പൊന്നിന്റെ കള്ളെ കാലിന്റെ വീട്ടിലെ കൊച്ചു മോരന്റെ ആളുകളെ ചുമ്മാ കയറിയതാ. സൂര്യന്റെ മുഖത്ത് കുറച്ച് പരിപാടി എടുക്കല്ലേ. അത് നമുക്ക് ഒരു മോയ്സ്ചറൈസർ തേച്ചെടുക്കട്ടോ. അവർക്ക് ഞാൻ തേക്കാൻ പോകാണ് ഗൈസ് അല്ലേ. നല്ല മണം കേട്ടോ അമ്മ. നല്ല മണം. എനിക്ക് ഒരു മാല വേണം. മാല വേണ്ട, എനിക്കല്ല ഇഷ്ടം. ഓൾറെഡി മാല ഇല്ലേ, വാച്ച് ഇട്ടോ. നല്ല ഇഷ്ടം. സാരില്ല, നമുക്ക് ഇനി അടുത്ത കല്യാണത്തിന് അടുത്ത കല്യാണത്തിന് ഇനി ജോയിന്റെ പുരികൊന്ന് സെറ്റ് ചെയ്യാം അല്ലേ. ഉള്ളിലേക്ക് പോവാ. ഞാൻ ഓക്ക് എടുക്കണ ബ്ലാക്ക് ആട്ടി. അപ്പൊ ഞാൻ ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ടാ. കറുപ്പാ ഇഷ്ടം. വർത്തനം പറയല്ലേ ശരിക്കല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എന്താ, നമുക്കൊന്ന് കണ്ണ് എഴുതിയാലോ. കണ്ണ് എഴുതിയാലോ. ഇവിടെ ഇങ്ങനെ ഐലൈനർ എഴുതിയാലോ. പുരികം വച്ച പുരികം വരച്ചില്ലേ. ഇതെന്താ ഐലൈനർ? ആ കണ്ണുകൂട്ട. പോയി കണ്ണ് എഴുതിങ്ങാണ്ട് സെറ്റ് ആവാൻ വേണ്ടി ഇരിക്കട്ടോ. അപ്പം ഞാൻ കണ്ണൊക്കെയല്ലേ പോവാം. അപ്പം ഞാൻ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി പോകണം. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ തേക്കാട്ടോ. അപ്പൊ എനിക്ക് മാല ഇട്ടണ്ടേ, കെട്ടിത്തരാവാ. മൊക്കത്തീരിട്ടരണം. അപ്പൊ നെക്സ്റ്റ് ഒരു സൺസ്ക്രീൻ. കുഞ്ഞെ നോക്കട്ടെ. ഇത് കണ്ടോ, തന്നോ. ഇവിടെ സുന്ദരിയായോ നോക്കാൻ വേണ്ടി പോ കണ്ണാടി. സുന്ദരിയായോ? ആയോ? ബാമാണ് കേട്ടോ. ഇത് ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാമാണ് കേട്ടോ. അപ്പം ഞാൻ നോക്ക് ലിപ് ബാമാണ് ഇട്ട് കൊടുക്കണേ. ലിപ്സ്റ്റിക്കിൻ്റെ ആളാ. അപ്പം ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടെടുക്കില്ല, കുട്ടിയൊക്കെ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് സെറ്റാക്കി വെച്ചിക്കാണ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടെടുക്കട്ടോ. എനിക്ക് മാലൊന്നും ഇട്ടല്ലോ, അത് കഴിക്കണേ. ഒരു സ്റ്റിക്കി ഫൗണ്ടേഷൻ ആണ്. ഞാൻ ജസ്റ്റ് കേട്ടോ. അമ്മേ കൊള്ളണ്ട. ഇത് റെഡിയാകാൻ നിൽക്കണേ. നല്ല മണമുണ്ട്.
ഇതൊക്കെ മമ്മൻ്റെതാണ്. പിന്നെ പിന്നെ ആരുതാ തുണിൻ്റെതാ. ഞാൻ ഇന്റത് ഇത് ഇന്റെ ഫേവറേറ്റ് ഇത്. ഇതും എൻ്റെ ഫേവറേറ്റാ. ഇതിന്റെ ഇത് ഫേവറേറ്റാ. പുരുകം സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് വേണ്ട നമ്മൾ വെച്ചിട്ട് ഇതിക്ക് വെച്ചിട്ട് പുരുകം സെറ്റ് ചെയ്യാം. ചേച്ചിക്ക് കാണാവാ പുരുകം സെറ്റ് ചെയ്ത് വരാം കേട്ടോ. പുരുകം വരച്ചു. ഇതൊന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്യണ്ട കേട്ടോ. പിന്നെ വേണം എനിക്ക് വേണം മമ്മ. ഐലൈനർ വെച്ചിട്ടൊന്ന് കണ്ണു കേട്ടോ. ഇതില് വേറെ ഐലൈനേഴ്സ് ഒക്കെ ഉണ്ട്. ഐലൈനർ അല്ല, ഇത് നമ്മുടെ കാജലാണ്. ലൈറ്റിനത് എനിക്ക് പരക്കണ പോലെ ഞാൻ ജസ്റ്റ് അടിയിലിടും. ജസ്റ്റ് അടിയിൽ കണ്ണിൻ്റെ അടിയിലിടാൻ ദേശം എനിക്ക് ഭയങ്കര പരക്ക് കിട്ടുന്നത്. വേറെ ഉണ്ട്. ഇതൊരു ഐലൈനറും പിന്നെ കാജലും കൂടി രണ്ട്, ഒരു ഭാഗത്ത് കാജലും ഒരു ഭാഗത്ത് ഐലൈനർ ആയിട്ട് വരുന്നത് കേട്ടോ. എനിക്ക് എപ്പോഴും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇതാണ്. എനിക്ക് ഇതിട്ടാണ് സുഖമുള്ളത്. ഞാൻ കാജൽ വരക്കണില്ല കേട്ടോ. ഞാൻ ഈ മസ്കാര വെച്ചിട്ടൊന്ന് ഇതിലൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് നമുക്ക് വലിയ വോളിയം വേണ്ടെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ തുറക്കാം. അതേപോലെ ഈ ഭാഗം ഇങ്ങനെ തുറന്നാൽ രണ്ട് ഭാഗം ഓപ്പൺ ആട്ടോ. എനിക്ക് കുറച്ച് വലിയ ലെങ്ത് ഉള്ളതാണ് ഇഷ്ടം. ഞാൻ കുറച്ച് വലുത് എടുക്കുന്നുണ്ട്. എനിക്കും വേണം, എല്ലാം വേണം കുട്ടാപ്പിക്ക്. ഓക്കെ. അപ്പോൾ മുഖത്തിട്ട ഫൗണ്ടേഷനും കാര്യങ്ങളും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മളെ ബനാന പൗഡർ ഉണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. നമ്മളെ ഫൗണ്ടേഷനൊക്കെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായ ഭയങ്കര വൈറ്റ് വാഷ് അടിച്ച മാതിരി ഉണ്ടാവും ഫേസ് കേട്ടോ. എൻ്റെ റബ്ബേ എടുക്ക്. നെക്സ്റ്റ് ഇനി എന്താ ഇനി നിൽക്കുന്നുണ്ട് സൂഹി. ഓക്ക് മറ്റേ നാഗവല്ലി മറ്റേ ആഭരണപ്പെട്ടി തുറന്ന പോലെയാണ് ഇപ്പോൾ അവസ്ഥ. ചെറുതായിരുന്നു ബ്ലഷ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മള് ബ്രൈറ്റ്സിനൊക്കെ ഉപയോഗിക്കണ ബ്ലഷ് ആയിരുന്നേ. കുറച്ച് കോസ്റ്റ്ലി ആണ്. ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ. ചൂടായി. ബ്ലഷ് സെറ്റ് ആക്കിയിട്ടുണ്ടോ? ഓക്കെ പോവാം. ഇനി നമുക്ക് ഫൈനൽ എന്താ? ഫൈനൽ നമ്മള് ലിപ്സ്റ്റിക് ഇടാൻ പോവാണ് ഗൈസ്. ലിപ്സ്റ്റിക് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്തെടുക്കണ്ട. ഇടത് ഈ രണ്ട് ലിപ്സ്റ്റിക് കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ ഇടല് കേട്ടോ. നല്ല ലാസ്റ്റിംഗ് ഉള്ള ലിപ്സ്റ്റിക് അല്ലേ. കുറച്ചെടുക്കുന്ന ഭയങ്കര ഡാർക്ക് കേട്ടോ. ഇഷ്ടം എനിക്കല്ല. ഇപ്പൊ ഞാന് ലിപ് ബാം ഇട്ടെന്നേ. ഇത് കണ്ണെടുപ്പോയിക്കോട്ടെ കേട്ടോ. ഫൈനൽ നമ്മളെ സീക്രട്ട് ഇട്ട ചെളകം നമ്മളെ ഗ്ലോ ഫേസ് നന്നായിട്ട് ഗ്ലോ വരുന്നൊരു സീക്രട്ട്. മെയിൻലി ബ്രൈഡ്സിൽ യൂസ് ചെയ്യണം കേട്ടോ. കണ്ടോ ഗൈസ്, ഗ്ലോ കണ്ടോ? ഗ്ലോ ഗ്ലോ നല്ല ഗ്ലോ അല്ലേ ഗൈസ്? ഇത് വാച്ച് വേണം മാമ.
ജോലിക്ക് ഒരു വാച്ചും കൂടി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ പൊന്നിന്റെ മാല ഊരേണ്ടി വരില്ല ജോലി? വെക്കപ്പാട് ഊരി എവിടെയും വെക്കണ്ട. ടച്ച് വാച്ച് കേട്ടോ പപ്പ കൊണ്ടുവന്നാലേ. അങ്ങനെ ജോലിന്റെ മൊത്തത്തിലുള്ള ലുക്ക് ഇത് വെച്ചിട്ട് സ്ട്രൈറ്റ് മെഷീൻ വെച്ചിട്ടൊന്ന് മുടി ഒന്ന് സെറ്റ് ചെയ്യുന്ന ഫ്രണ്ട് മാത്രം കേട്ടോ. ജസ്റ്റ് മുടി ഒന്ന് സെറ്റ് ചെയ്തിട്ടോ. ഞാനൊരു വാച്ച് കെട്ടുന്നുണ്ട് കേട്ടോ. വാച്ച് കെട്ടിങ്ങിലാണ് നമ്മളെ ഏറ്റവും അമ്മ ഉള്ള വാച്ച്. അമ്മ വാങ്ങി തന്നതാണ്. നമുക്ക് ഏറ്റവും ഒരു കോൺഫിഡൻസ് ആണ് വാച്ച് കിട്ടിയല്ലേ ജോലി. നമുക്ക് ചെപ്പിടുന്ന വലിയ ഷൂസ്, പിന്നെ വലിയ ഷൂസ്, എന്റെ വലിയ ഷൂസ് എവിടെ ഓടാനൊക്കെ, ജിമ്മിൽ ഓടാന്, വർക്കൗട്ട്. നെക്സ്റ്റ് നിങ്ങളെ ചപ്പലും കൂടി. ഓക്കെ, ചപ്പലും കൂടി കേട്ടോ ജോലി. ചപ്പലിട്ടോ ഇറങ്ങിക്കോ. സ്റ്റൂളിന്റെ മുകളിൽ ഇറങ്ങിട്ടോ. വേണ്ട വിഭോ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ലുക്ക്. ഓക്കെ, ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് വരാട്ടോ. ഒരു ലുക്ക് ഇതാട്ടോ. അപ്പം ഞങ്ങൾ പോകുകയാണ്. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ടുണ്ടാവും, അത്രയും ലോങ് ആയിരുന്നേ. ഹോളെ തന്നെ അപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം ഇതാണ് ഹോള് കേട്ടോ. അത്യാവശ്യം വലിയൊരു ഹോളായിരുന്നു കേട്ടോ അത്. പിന്നെ ഞാനും സൂഹിയും കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നേ. എല്ലാരും ഫുഡും കഴിഞ്ഞു, സൂഹിന്റെ മാത്രം കഴിഞ്ഞില്ലല്ലേ. വീട്ടിലുള്ള എല്ലാവരും എണീച്ചു പോയിട്ടോ. സൂഹി മാത്രമേ ഉള്ളൂ. ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. സൂഹിന്റെ മമ്മ വെയിറ്റില്ല. കഴിഞ്ഞില്ലേ? നമുക്ക് കഴിയാലോ. ചിക്കനൊക്കെ വേണം തിന്നാ. വെള്ളം കുടിച്ചോ. മോളെ പനിയാ? മോൾക്ക് പനിയാ? പനിയായ മോക്ക്? കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് കയറാണ് കേട്ടോ. ഭയങ്കര ലോങ് ആയിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മളാകെ ക്ഷീണി തന്നെയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ ലോങ് ആയിരുന്നില്ലേ കല്യാണമൊക്കെ, ഭയങ്കര ലോങ് ആയിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണല്ലേ. അപ്പൊ നമ്മളിനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ നിർത്താണേ. ബൈ. ബൈ.